എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സർക്കാർ ചടങ്ങുകളിൽ പ്രാർത്ഥനയും നിലവിളക്കും ആവശ്യമില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. സർക്കാരിന്റെ പരിപാടിയിൽ ഒരു മതചിഹ്നവും പാടില്ല. സ്കൂളുകളിലും കോളേജുകളിലും ഈശ്വര പ്രാർത്ഥന വേണ്ടെന്നും മന്ത്രി. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് കറുകുറ്റിയിൽ വെച്ച് പാളം തെറ്റി. ചെന്നൈ എക്സ്പ്രസുമായുള്ള കൂട്ടിയിടി ഒഴിവായത് തലനാടിഴയ്ക്ക്. സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം താറുമാറായി. 22 സർവീസുകൾ റദ്ദാക്കി. തീവണ്ടി ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ നാളെ വൈകുന്നേരത്തോടെ മാത്രമേ സാധിക്കൂ. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള കെട്ടിടത്തിൽ വൻ തീപിടുത്തം. തീപിടിച്ചത് വസ്ത്രശാലയുടെ ഗോഡൌണിൽ. ആളപായമില്ല. കോടികളുടെ നാശനഷ്ടം. തീയണക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. തലയോലപ്പറമ്പിൽ 3 വീട്ടമ്മമാർക്ക് കടിയേറ്റു. പരിക്കേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. വയനാട്ടിൽ പെൺകുട്ടിയുടെ വിരൽ നായ കടിച്ചെടുത്തു. നാദാപുരം അസ്ലം വധക്കേസ് അന്വേഷിക്കുന്ന ASPക്ക് സ്ഥാനചലനം. കേസ് അട്ടിമറിക്കുന്നുവെന്ന് ലീഗ്. അസ്ലമിനെ പിന്തുടർന്ന വിവരങ്ങൾ നൽകിയ ആൾ അറസ്റ്റിൽ. പിടിയിലായത് നാദാപുരം സ്വദേശി രമേശ്. സർക്കാർ ചടങ്ങുകളിൽ പ്രാർത്ഥനയും നിലവിളക്കും ആവശ്യമില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. സർക്കാരിന്റെ പരിപാടിയിൽ ഒരു മതചിഹ്നവും പാടില്ല. സ്കൂളുകളിലും കോളേജുകളിലും ഈശ്വര പ്രാർത്ഥന വേണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ അഭിപ്രായപ്പെട്ടു. സ്കൂളുകളിലും കോളേജുകളിലും അസംബ്ലികളിൽ ജാതി വിരുദ്ധ പ്രതിജ്ഞ എടുക്കണം. നിലവിളക്ക് കൊളുത്തുന്നതിനെ എതിർക്കുന്നതിനെ ആക്ഷേപിക്കുന്നത് ഫ്യൂഡൽ ജാതിബോധം കൊണ്ടാണെന്നും സുധാകരൻ പറഞ്ഞു. ഭരണകൂടത്തിന് പ്രത്യേക തരത്തിലുള്ള ദീപങ്ങളൊന്നുമില്ല, പ്രത്യേക അനുഷ്ഠാനങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈശ്വര പ്രാർത്ഥന നടത്തുന്നു, നിങ്ങളൊരു ഹൈന്ദവ ഗീതം ആലപിക്കുകയാണ്. അവിടെ മുസ്ലിം ക്രിസ്ത്യൻസോട് തിരിപ്പില്ലേ? അവന് എതിർക്കത്തില്ല. നമ്മുടെ സംസ്കാരമാണ്. നമ്മൾ എന്തിനത് പാടണം? നമുക്കൊരു ദേശഭക്തികാരം പാടിക്കൂടെ അങ്ങനെയാണെങ്കിൽ? അപ്പോൾ അവിടെ ഒരു പ്രസിദ്ധി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി. ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് പറയണമല്ലോ. ഇത് പറയേണ്ട ചുമതല നമുക്കുണ്ടല്ലോ. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു നിലവിളക്ക് കൊളുത്തി ഒരു ചടങ്ങ് ഒരു മന്ത്രി കൊളുത്തിയില്ല. ഉടനെ അയാളെ ആക്രമിച്ചില്ലേ? ഇവിടെ കേരളത്തിൽ അയാളെ ഇട്ട് വട്ടം വിട്ട് അടിച്ചില്ല. എന്തിന്? കാരണം നിലവിളക്കെന്ന് പറഞ്ഞ ഭരണഘടനയുണ്ടോ? ഈ വിഷയത്തിൽ ശ്രീ രാഹുൽ ഈശ്വർ വലതുപക്ഷ ചിന്തകൻ, ശ്രീ പി ബിജു CPIM നേതാവ്, ശ്രീ PK ഫിറോസ് മുസ്ലിം യൂത്ത് ലീഗ് നേതാവ്, ശ്രീ ഫക്രുദ്ദീൻ അലി സാമൂഹ്യ നിരീക്ഷകൻ എന്നിവർ തത്സമയം, മറ്റുള്ളവർ മന്ത്രി അടക്കമുള്ളവർ ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, സർക്കാരിന് ജാതിയും മതവും ഇല്ല. ജാതീയതരവും മതേതരവുമായേ പ്രവർത്തിക്കാനാകൂ. സർക്കാരിൻ്റെ പരിപാടികളിൽ, അതായത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഏതെങ്കിലും മതത്തിൻ്റെ ആചാര രീതികളോ സൂക്തങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞതിൻ്റെ ആകെ തുക. അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു മതേതര രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ ഭരണനിർവഹണ ചുമതല ഉള്ളപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പാടുള്ളൂ. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങയോടാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും ക്ഷേത്രമായ, ജാതീയത ഇല്ലാത്ത ക്ഷേത്രമായ ശബരിമല തീവ്ര മതപരിവർത്തനവാദികൾ തീ വെച്ച് നശിപ്പിച്ചപ്പോൾ മുതൽ ഹിന്ദുവിനെതിരെയുള്ള ഇത്തരം പല പ്രസ്താവനകൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. അന്നത്തെ മതേതര മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നാണ്. ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് എന്റെ സുഹൃത്തായ ശ്രീ ബിജുവിന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെയാണ്. അതായത് അന്നു മുതലേ ഹൈന്ദവ ആചാരങ്ങളോടൊരു ഇൻടോളറൻസ്, അസഹിഷ്ണുതയുണ്ട്. എത്രയോ പള്ളികളിൽ വിളക്ക് കത്തിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മുനീർ സാഹിബും KM ഷാജി അടക്കം വിളക്ക് കത്തിക്കുന്നു. അത് ഹിന്ദുവിന്റെ മാത്രമാണെന്നാണോ പറയുന്നത്? നമ്മൾ ഹൈന്ദവമായ എന്തിനെങ്കിലും ഉപേക്ഷിക്കണം എന്ന് മന്ത്രി പറഞ്ഞില്ല. ഹൈന്ദവമായ എന്തിനെങ്കിലും വർജിക്കണമെന്ന് മന്ത്രി പറഞ്ഞില്ല. മതാത്മകത വേണ്ട ഔദ്യോഗിക പരിപാടികളിൽ എന്നേ പറഞ്ഞുള്ളൂ. അതിൽ ഹൈന്ദവമെന്നോ ഇസ്ലാമികമെന്നോ ക്രൈസ്തവമെന്നോ ഉള്ള വകഭേദമില്ല. മതാത്മകമായ എല്ലാത്തിനെയും ഔദ്യോഗിക പരിപാടികളിൽ ഒഴിവാക്കണം. അതാണ് മന്ത്രി പറഞ്ഞത്. എന്തിനാണ് ഈ എല്ലാ കാര്യത്തിലും മതം കാണുന്നത്? എത്രയോ പള്ളികളിൽ ഇപ്പോ കൊടിമരങ്ങളുണ്ട്. അതൊക്കെ കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ ഇസ്ലാമിക പരിപാടികൾക്ക് പോകുമ്പോൾ അവർ ബാങ്ക് വിളിക്കുമ്പോഴോ അവരുടെ പ്രാർത്ഥനയ്ക്കോ വളരെ സന്തോഷത്തോടും ആദരവോടും കൂടി എണീച്ചു നിൽക്കാറുണ്ട്. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ശ്രീ ജി സുധാകരൻ സാർ ഇത് പറയുന്നത്?
ഈ നിലവിളക്ക് ഹിന്ദുവിന്റെ മാത്രം കുത്തകയാണെന്നുള്ള ഞങ്ങളുടെ ഇടയിലെ തീവ്ര വലതുപക്ഷവാദികളുടെ ആർഗ്യുമെന്റ് ശരിവെക്കുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്? ഇതെല്ലാം കേരളീയ പൈതൃകമാണ്. എത്രയോ പള്ളികളിൽ നിലവിളക്കിന്റെ സ്ഥാനത്ത് അതിന്റെ മേളിൽ ഒരു കുരിശ് വെച്ച് അവർ നിലവിളക്ക് കത്തിക്കുന്നു. നാളെ ഓണം ഹിന്ദുവിന്റെ മാത്രമാണെന്ന് ബ്രാൻഡ് ചെയ്യുന്ന തീവ്ര വലതുപക്ഷവാദികളുടെ വാദത്തിന് ശക്തി പകരുന്ന ഇത്തരം സങ്കുചിതമായ വാദങ്ങൾ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനല്ലേ സഹായിക്കൂ? രണ്ട്, കൂടുതൽ കൂടുതൽ മതസമന്വയം വേണ്ട ഒരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളെല്ലാം ബഹുമാനിക്കപ്പെടണം എന്നൊരു ആംഗിൾ അല്ലേ നമുക്ക് വേണ്ടത്? അത്തരം ആംഗിളുകൾ കാണുന്നതിന് പകരം ഇത് ബ്രാൻഡ് ചെയ്ത് ഹിന്ദുവിന്റേതാണ്, അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് വളരെ സങ്കുചിത വാദമാണ്. അത് സങ്കുചിത വാദമാണ് എന്ന് താങ്കൾ ആരോപിക്കുമ്പോൾ എന്താണ് അതിന്റെ മറുവശം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു വരി കൂടി. ഇല്ല, ഏറ്റവും വലിയ ശാസ്ത്ര പരീക്ഷണശാലയായ യൂറോപ്പിലെ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന്റെ ഫ്രണ്ടിൽ ഒരു പരമശിവന്റെ വലിയ നടരാജ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. അവരതിന് ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ട്. അപ്പോ ലോകം യോഗയിലേക്കും ഭാരതീയതയിലേക്കും വരുമ്പോ ഇത് മുഴുവൻ വർഗീയമാണെന്ന് ചിത്രീകരിച്ച് ഇതിനെ മാറ്റുന്ന യൂറോപ്പിലെ ആൾക്കാർക്കില്ലാത്ത, നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരന്മാർക്കും ഇല്ലാത്ത അസഹിഷ്ണുത കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മന്ത്രിക്ക് എന്തിനാണ്? ശരി, അതാണ് ഇടതുപക്ഷം മറുപടി പറയേണ്ട വിഷയം. ശ്രീ പി ബിജു, നിലവിളക്ക് ഒരു ക്ഷേത്രത്തിൽ കൊളുത്തുമ്പോൾ അത് പൂജയ്ക്കായാണ്, ഒരു വീട്ടിൽ കൊളുത്തുമ്പോൾ അത് വെളിച്ചം കാണാനാണ്, ഒരു പൊതു ചടങ്ങിൽ കൊളുത്തുമ്പോൾ പരമ്പരാഗതമായി പൊതു ചടങ്ങുകളിൽ ശുഭകരമായ ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് ചെയ്തു വരുന്ന ഒരു നടപ്പ് ശീലം എന്നുള്ള നിലക്കാണ്. അതിനെ മതപരമായ പൂജയായി വളരെ ചുരുക്കം ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നിലവിളക്ക് പൊതു ചടങ്ങുകളിൽ കൊളുത്തുക എന്നുള്ളത് സാധാരണമായി നടക്കുന്ന ഒന്നാണ് മറ്റ് മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ പോലും. അങ്ങനെ ഇരിക്കെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഇനി പ്രാർത്ഥനാ ഗീതങ്ങൾ വേണ്ട, ഇനി നിലവിളക്ക് വേണ്ട എന്നൊക്കെ ഒരു മന്ത്രിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? എല്ലാത്തിനെയും മതത്തിൻ്റെ കള്ളിയിലേക്ക് ചുരുക്കുന്നത് എന്തിനാണ്? ഒന്നാമത്തെ പ്രശ്നം മതസൗഹാർദ്ദമല്ല, ജനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത്, അല്ലാതെ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമല്ല നമ്മുടെ നാട്ടിൽ വരേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഒരു മതേതര കാഴ്ചപ്പാടോടുകൂടി ഈ പ്രശ്നത്തെ സമീപിക്കണം. വിളക്ക് അഭിലാഷ് പറഞ്ഞതുപോലെ പല രൂപത്തിൽ കാണുന്നവരുണ്ട്. വിശ്വാസമായി കാണുന്നവരുണ്ട്, വെളിച്ചമായി കാണുന്നവരുണ്ട്, അങ്ങനെ പല രൂപത്തിൽ വിളക്കിനെ കാണുന്നവരുണ്ട്. അത് ഏതെങ്കിലും മതത്തിലുള്ളവർ മാത്രമല്ല വിളക്ക് കത്തിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ പള്ളികളിൽ വിളക്ക് ചിലർ കത്തിക്കുന്നുണ്ട്, മുസ്ലിംസിൻ്റെ ഇടയിൽ കത്തിക്കുന്നവരുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിൽ കത്തിക്കുന്നുണ്ട്, വിവിധ ജനവിഭാഗങ്ങൾ ഇത് കത്തിക്കുന്നവരുണ്ട്. പക്ഷേ കത്തിക്കുന്നത് വിശ്വാസത്തിനെതിരാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഈ നാട്ടിലുണ്ട്. അതാണല്ലോ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ. അപ്പോൾ അത്തരം ആൾക്കാരെ കൊണ്ട് നിർബന്ധിച്ച് കത്തിക്കണമെന്ന് പറയുന്നതിനകത്തും ഒരു അഭംഗിയുണ്ട്, അതിനും ഒരു ശരികേടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബഹുമാന്യരായ മന്ത്രി ഉദ്ദേശിച്ചത് ഈ പൊതുചടങ്ങുകളിൽ പൊതുബിംബങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്, അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ്. അത് പൊതുചടങ്ങുകൾ, കാരണം ഇത് ഒരു മന്ത്രി പറയുന്നു, അല്ല മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് പറഞ്ഞത്, മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഞാൻ വിളക്ക് കത്തിക്കില്ല. അപ്പോൾ അങ്ങനെ കാണുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പൊതുചടങ്ങുകൾ വരുമ്പോൾ അതിനെ ഒരു ആ പൊതുചടങ്ങുകളിൽ ഒരു പൊതുബിംബങ്ങൾ അവതരിപ്പിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പൊതുബിംബമല്ലാതായി മാറുന്നതിന്റെ പരിസരം എന്താണ്? നിലവിളക്ക് എന്നുള്ളത് ഏതെങ്കിലും ഒരു മതക്കാർക്ക് മാത്രം കൊടുക്കേണ്ട ഒന്നാണോ തുടങ്ങിയ അനേകം ചോദ്യങ്ങൾ അതുമായി അനുബന്ധിച്ചു വരും. അതിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ പി കെ ഫിറോസ്, നിലവിളക്ക് വളരെ കാലമായി മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിൽ നിർത്തിയിരുന്ന ഒരു സംഗതിയാണ്. കാരണം ലീഗിൻ്റെ മന്ത്രിമാർ നിലവിളക്ക് കത്തിക്കാൻ വിസമ്മതിക്കുക, അത് വിവാദമാവുക, ഇതൊക്കെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു നടപ്പ് ശീലം തന്നെയാണ്. ഇപ്പോൾ ജി സുധാകരൻ, ഇടതുപക്ഷ സർക്കാരിൻ്റെ മന്ത്രി, പറയുന്നു നിലവിളക്കുകൾ പൊതുചടങ്ങുകളിൽ ഒഴിവാക്കണം, പ്രാർത്ഥനാ ഗീതങ്ങൾ ഒഴിവാക്കണം, സ്കൂൾ അസംബ്ലികളിൽ നിന്നും പ്രാർത്ഥനാ ഗീതങ്ങൾ ഒഴിവാക്കണം, തികച്ചും മതേതരമായ പരിസരത്ത് തികച്ചും മതേതരമായ സൂക്തങ്ങൾ മാത്രം ഉരുവിടുന്ന സംവിധാനങ്ങളായി മാറണം എന്ന്. അതിനെ അംഗീകരിക്കുന്നോ, അതിനെ പിന്തുണയ്ക്കുന്നോ? തീർച്ചയായും നമ്മുടെ രാജ്യത്തെ പൊതുപരിപാടികൾ മതേതരമാകണം എന്നുള്ളത് ആര് പറഞ്ഞാലും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അത് ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് പ്രത്യേക താല്പര്യമോ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് പ്രത്യേക വിരോധമോ സ്വന്തമായി ഒരു മതമോ ഇല്ലാത്ത രാജ്യമാണ് നമ്മുടെ രാജ്യമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ വിശ്വാസികൾ മാത്രമല്ല
വിശ്വാസമില്ലാത്തവരുമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പം വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. വിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസമില്ലാത്തവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാകണം നമ്മുടെ പൊതുപരിപാടി. ഉദാഹരണത്തിന് ഇപ്പോൾ CPM തന്നെ എടുക്കുക. CPM അവരുടെ പരിപാടികളിലൊക്കെ അവരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി, പുഷ്പവൃഷ്ടി നടത്തിയിട്ടാണ് പരിപാടികൾ നടത്താറുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് ചിലപ്പം പുന്നപ്ര വയലാറിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും രക്തസാക്ഷി മണ്ഡപത്തിലോ ഒരു പുഷ്പാർച്ചന നടത്തിയിട്ടാണ് ആ അധികാരം ഏറ്റെടുക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. നേരെ മറിച്ച് അതൊരു പൊതുപരിപാടിയുടെ ഭാഗമാക്കി, മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിലാണ് എന്നുള്ളത് കൊണ്ട് ഒരു പൊതുപരിപാടിയുടെ ഭാഗമാക്കി ഏതെങ്കിലും ഇത്തരത്തിലൊരു പുഷ്പവൃഷ്ടി നടത്തിയിട്ട് വേണം നമ്മുടെ ഒരു ചടങ്ങ് ആരംഭിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് വിശ്വാസപരമായ കാര്യം മാത്രമല്ല, അതൊരു നിരീശ്വരവാദത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് എതിർക്കേണ്ടി വരും. അപ്പം ഒരു പൊതുപരിപാടി എന്ന് പറയുന്നത് അത് മതവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, മതമില്ലാത്ത രീതിയിലാണെങ്കിൽ പോലും പൊതുവായി ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലായിരിക്കണം പരിപാടി നടത്തേണ്ടത് എന്നുള്ളത് ഒരു പൊതു കാഴ്ചപ്പാടായി ഉയർന്നു വരേണ്ടതാണ്. അതിലേതൊക്കെ ഉൾപ്പെടുത്തണമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ചകളാവാം. ആ ചർച്ചകൾ തുടർന്ന് പൊതുവായി അത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. റൈറ്റ്. ശ്രീ പി ബിജു, സ്കൂളുകളിലെ പ്രാർത്ഥനാ ഗീതങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നവയല്ല. സാധാരണഗതിയിൽ ദൈവം എന്ന ഒരു സങ്കല്പത്തെ അല്ലെങ്കിൽ വിദ്യാദേവത എന്ന ഒരു സങ്കല്പത്തെ മുൻനിർത്തിയുള്ള ഗീതങ്ങളാണ്. അപ്പോൾ അതിപ്പോൾ ഹിന്ദുവിൻ്റെ, ക്രൈസ്തവൻ്റെ, ഇസ്ലാമിൻ്റെ എന്നൊന്നുമില്ല എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ഗീതങ്ങൾ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ മതാത്മകമായ എന്തിനേയും നമ്മുടെ നാട്ടിൽ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗമായി അനുവദിക്കില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അതിൽ കാണുന്നുണ്ടോ? അങ്ങനെ നിരീശ്വരവാദ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഈ സർക്കാരിനുണ്ടോ? അല്ല, ഒന്നാമത്തെ പ്രശ്നം നിരീശ്വരവാദം നടപ്പിലാക്കാനുള്ള മാൻഡേറ്റ് എന്നുള്ള ആ രൂപത്തിലേക്ക് ഇന്ന് ചർച്ച പോകേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം ഫിറോസ് പറഞ്ഞതിനാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന. അതൊരു ഔവാദ്യം ചെയ്യലാണ്. അതൊരു വ്യക്തി ഒരു രക്തസാക്ഷി ഔവാദ്യം ചെയ്യലാണ്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി വരുന്നതായിട്ടൊന്നും പറയാൻ കഴിയില്ല. മൂന്നാമത്തെ പ്രശ്നം സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥന അല്ലെങ്കിൽ ഈശ്വര ഗീതം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി ഉദ്ദേശിച്ചത് സ്കൂളുകളിലായിരുന്നാലും പൊതു ഇടങ്ങളിലായിരുന്നാലും വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, വിവിധ വിശ്വാസങ്ങൾ ആചരിക്കുന്ന അവർക്കെല്ലാം കോമണായി ഫോളോ ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പൊതു സ്ലോഗൻ ആക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ പറയുമ്പോൾ ഹിന്ദു മതവിശ്വാസികൾ അല്ലെങ്കിൽ ഹിന്ദു ഗീതങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ മോശമായി പറഞ്ഞു അല്ലെങ്കിൽ അതിനെതിരെ പറഞ്ഞു, ആ ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. അഭിലാഷ് ഗുഡ് സെൻസിലാണ് ഉദ്ദേശിച്ചെങ്കിൽ ആ നിലയിൽ ആ പ്രശ്നം കണ്ട. നമ്മുടെ സമൂഹത്തിൽ വിവിധ മതവിഭാഗങ്ങളുണ്ട്, വിവിധ വിശ്വാസികളുണ്ട്. വിശ്വാസികളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതിന് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ആ കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോഴും പൊതുവിടങ്ങൾ, സ്കൂളുകളൊക്കെ പൊതുവിടങ്ങളാണ്. ആ പൊതുവിടങ്ങളിൽ എല്ലാവർക്കും സ്വീകാര്യമായ അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവർക്കും സ്വീകാര്യമായ ഗീതങ്ങളല്ലേ ഇപ്പോൾ ഈ പൊതുവിടങ്ങളായ സ്കൂളുകളിൽ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ അഖിലാനന്ദ മണ്ഡപം അണിയിച്ചൊരുക്കലായാലും ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണമായാലും അങ്ങനെ സങ്കുചിതമായി ഏതെങ്കിലും മതത്തിൻ്റെ കള്ളികളിൽ വരുന്ന പാട്ടുകളും ഗീതങ്ങളുമാണോ ഇപ്പോൾ പ്രാർത്ഥനയായി സ്കൂളുകളിൽ പാടുന്നത്? അല്ല, അതിനൊരു കോമൺ സാധനമൊന്നുമില്ല. ഇപ്പോൾ പല രൂപത്തിൽ പല സ്കൂളുകളിൽ പല രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ് നടക്കുന്നത്. ചിലത് ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ മറ്റു ചില നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിശ്വാസികളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഒട്ടേറെ വ്യത്യസ്തയുണ്ട്. ഇവിടെ കുറേ മത സാമുദായിക ശക്തികളാണ് അല്ലെങ്കിൽ മത സാമുദായിക മേധാവികളാണ് മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അത് ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്. ഓരോരുത്തരും അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്, വിവിധ വിശ്വാസങ്ങളിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ കോമൺ ആയിട്ടൊരു സാധനം അല്ലെങ്കിൽ ഒരു മതേതര ബിംബങ്ങൾ അല്ലെങ്കിൽ മതേതര കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഇത്തരം സംഗതികൾ അതല്ലേ മന്ത്രി ചോദിച്ച ദേശീയ ഗാനം പാടിക്കൂടെ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് എന്തിനാണ് നമ്മൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? അത് ഏതെങ്കിലും മതത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരത്തെയോ വ്രണപ്പെടുത്തുന്നൊന്നുമല്ല. അതാണ് ശ്രീ രാഹുൽ ഈശ്വർ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ താങ്കൾ സൂചിപ്പിച്ചത് ഹൈന്ദവൻ്റേതായ എന്തിനെയൊക്കെയോ അവമതിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇനിയിപ്പോൾ സ്കൂളുകളുടെ കാര്യമെടുത്താൽ മാനേജ്മെൻറ്റ് സ്കൂളുകൾ കൂടുതലായി നടത്തുന്നത് ഹൈന്ദവ വിഭാഗങ്ങളെക്കാൾ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. അപ്പോൾ സ്കൂളുകളാകട്ടെ പൊതു ഇടങ്ങളാകട്ടെ അവ അങ്ങേയറ്റം മതേതരമായിട്ടുള്ള പരിസരങ്ങളിലാകണം എന്നുള്ളത് ഏതെങ്കിലും ഒരു മതത്തെ ഉദ്ദേശിച്ച് പറയുന്നവയല്ല.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിലെല്ലാം ഹൈന്ദവമായ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം ആലപിക്കേണ്ടത്. അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല എന്നിരിക്കെ മന്ത്രി പറഞ്ഞതിനെ എന്തുകൊണ്ടാണ് താങ്കൾ ഹൈന്ദവമായ എന്തിനെയോ ഇല്ലാതാക്കാനുള്ള ശ്രമമായി കാണുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനൽ ചർച്ചകളിലെ ഏറ്റവും നല്ല പ്രതിരോധം തീർക്കുന്ന ആൾക്കാരാണ് സഖാവ് സ്വരാജും സഖാവ് ബിജുവും. പക്ഷേ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ശ്രീ ബിജു എത്ര ബുദ്ധിമുട്ടിയാണ്, ഉള്ളിൽ ആത്മാർത്ഥതയില്ലാതാണ് മന്ത്രി പറഞ്ഞ സുധാകരൻ സാർ പറഞ്ഞ ഡിഫെൻഡ് ചെയ്യുന്നത്. കാര്യമൊന്നും സുധാകരൻ സാർ പറഞ്ഞ തെറ്റാണ്. ഇത് ഹൈന്ദവം മാത്രമല്ല, ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചതാണ്. ഞാൻ ക്രിസ്ത്യൻ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇന്നും നാളെയും എല്ലാം ക്രിസ്ത്യൻ പള്ളികളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന വ്യക്തിയുമാണ്. ഈ കപട മതേതരത്വം എന്ന പേരിൽ എല്ലാ മതചിഹ്നങ്ങളെയും മാറ്റി നിർത്തുന്നതിന് പകരം ഈശ്വരനും അള്ളാഹും എല്ലാം നിന്റെ പേരാണ്, രാമനും റഹീമനും നിന്റെ പേരാണ് എന്ന് പറഞ്ഞ ഗാന്ധിയൻ കാഴ്ചപ്പാടല്ലേ വേണ്ടത്? ശ്രീ ഫിറോസിനെ പോലുള്ളവർ, അതും മുസ്ലിം ലീഗ് പോലെ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയിലെ വ്യക്തി വളരെ ബുദ്ധിമുട്ടി മതേതരത്വത്തെ കുറിച്ച് പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് ആണെന്ന് മറക്കരുത്. ഇത്തരം കപട മതേതരത്വവും ആവശ്യമില്ലാതെ CPM-നെ പ്രീണിപ്പിക്കലും ഒന്നും ആർക്കും ഗുണം ചെയ്യില്ല. എനിക്ക് ബാങ്ക് വിളി സംഗീതാത്മകമാണ്, പള്ളിമണി സംഗീതാത്മകമാണ്. ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും അങ്ങനെ തന്നെയാണ്. അമ്പലമണിയാണെങ്കിലും പള്ളിമണിയാണെങ്കിലും ബാങ്ക് വിളിയാണെങ്കിലും എല്ലാം നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നങ്ങളായിട്ടാണ്. ഈ വിഷയത്തിൽ പക്ഷേ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ച മറ്റൊരു ആഴമേറിയ പ്രശ്നമുണ്ട്. ഈ കപട മതേതരത്വം എത്ര കാലം നമ്മൾ കൊണ്ടുപോകും? നമ്മുടെ നാട് ഹജ്ജ് സബ്സിഡി കൊടുക്കുന്ന ഒരു നാടാണ്. അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പഴയ തിരുവിതാംകൂറിലും സമാനമായ ഹജ്ജ് സബ്സിഡി നിലനിന്നിരുന്നു. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് മെക്കയിലേക്ക് പോകാൻ നമ്മുടെ നാട് സഹായിക്കുന്നു. അത് ഈ നാടിന്റെ ആദരവാണ്. ഈ ലോകത്തിലെ മക്ക മദീന കഴിഞ്ഞാൽ ഏറ്റവും പഴയ പള്ളികളിലൊന്നായ ചേരമൻ പെരുമാൾ പള്ളി നമ്മുടെ നാട്ടിലെ കൊടുങ്ങല്ലൂരിലാണ്. അബ്ദുൽ കലാം ഒക്കെ അവിടെ വന്നിരുന്നു. അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ വെറും കയ്യടിക്ക് വേണ്ടിയോ നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇത്തരം നമ്പറുകൾ ആൾക്കാർ തിരിച്ചറിയും. കപട മതേതരത്വം എന്ന കള്ള നാണയമാണിത്. മതസൗഹാർദ്ദം എന്ന ഇന്ത്യൻ ബഹുസ്വരത അംഗീകരിക്കുന്ന ഗാന്ധിയൻ ദർശനങ്ങൾ നോക്കാതെ, എല്ലാ മതസമുദായങ്ങളെയും അംഗീകരിക്കണമെന്ന് നോക്കാതെ ഏതെങ്കിലും ഒരു മുസ്ലിം ഗീതം ഒരു പരിപാടിയിൽ പാടിയാൽ എനിക്ക് അസഹിഷ്ണുത ഉണ്ടാകും എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരുടെ വർഗീയതയാണ്. അങ്ങനെയല്ല. ഹിന്ദുവിന്റെ ആണെങ്കിലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും മുസ്ലിമിന്റെ ആണെങ്കിലും ഗീതങ്ങൾ നമ്മൾ സമഭാവനയോടെ ബഹുമാനത്തോടെ കേൾക്കണം എന്ന് പറയേണ്ട മന്ത്രി കയ്യടി കിട്ടാനായി നിരീശ്വരവാദം പ്രചരിപ്പിക്കാനായുള്ള ശ്രമങ്ങളാണ്. ഇത് ഹിന്ദുവിന് മാത്രമല്ല, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എതിരാണ്. ശരി, അതാണ് വാദം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഔദ്യോഗികമായ സർക്കാരിൻ്റെതായ പരിപാടികളിൽ പ്രാർത്ഥന, നിലവിളക്ക് കൊളുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. സർക്കാർ മതേതരമാണല്ലോ, സർക്കാരിന് മതമില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ പരിപാടിയിൽ മതബന്ധം ആരോപിക്കപ്പെടുന്ന പരിപാടികൾ വേണ്ടതുണ്ടോ? അല്ല, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇവര് രാഹുൽ പറഞ്ഞ പോലെ മറ്റുള്ള പറഞ്ഞ ഞാൻ കേട്ടില്ല. അത്ര ലഘൂകരിച്ച് കാണുകയല്ല, കപട മതേതരത്വം എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ആക്ഷേപിക്കേണ്ട ഒരു കാര്യമൊന്നല്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് മന്ത്രിനെ പറ്റി, നമ്മളെ PWD മന്ത്രിയെ പറ്റി വളരെ നല്ല അഭിപ്രായമുള്ളത്, നല്ല വായനയും നല്ല എഴുത്തും നല്ല ധാരണയും ഉള്ള ആളാണ്. അദ്ദേഹം ഒരു പേഴ്സ്പെക്റ്റീവ് മുന്നോട്ട് വെച്ചു. അതൊരു സെക്കുലർ പേഴ്സ്പെക്റ്റീവാണ്. നമുക്കത് ചർച്ച ചെയ്യാൻ അംഗീകരിക്കുക അല്ല അംഗീകരിക്കാതിരിക്കാം. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സെക്കുലർ ഫണ്ടമെന്റലിസം നമുക്ക് ആവശ്യമില്ല. മതേതര മൗലികവാദം എന്ന് പറയും. നമ്മൾ ചില ആളുകളെ കുറ്റം പറയുന്ന പോലെ, പിന്നെ എന്താ പറയുക, പാരിസ്ഥിതിക മൗലികവാദികൾ എന്ന് പറയുന്ന പോലെ സെക്കുലർ മതമൗലികവാദം നമുക്ക് വേണ്ട. ഫ്രാൻസിലൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പിന്നെ മാത്രമല്ല, നമ്മുടെ സൊസൈറ്റി ഇത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ പോലും മതത്തിന് അതിശക്തമായ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് 80-കൾക്ക് ശേഷം നമ്മൾ കാണുന്നത് മതാത്മകതയും കൂടി വരുന്നു, ആൾദൈവങ്ങൾ കൂടി വരുന്നു. അതുപോലെ തന്നെ ഈ തീർത്ഥാടകരുടെ എണ്ണം മുൻകാലഘട്ടത്തെ അപേക്ഷിച്ച് കൂടി വരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ വളരെ പെട്ടെന്ന് നമുക്കിതൊന്നും മാറ്റാൻ പറ്റില്ല. മറിച്ച് എല്ലാ മതങ്ങളുടെയും ഗാനങ്ങൾ സൗകര്യപൂർവ്വം പാടിക്കോട്ടെ എന്നൊരു നിലപാട് തൽക്കാലം എടുക്കുന്നതിനുണ്ട് നല്ലത്. രണ്ടാമത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതി, ഇപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റ്, എൻ്റെ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ്, അവിടെ നമ്മളിപ്പം നിങ്ങൾക്ക് സ്വകാര്യതയിൽ നിങ്ങളുടെ സ്വകാര്യ വിശ്വാസമാകാം, പക്ഷേ അതേസമയം തന്നെ പൊതുവേദികൾ നമുക്ക് സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അത് പ്രൊമോട്ട് ചെയ്യാം. അതൊരു വീക്ഷണമാണ്, അത് മുന്നോട്ട് വെക്കാം. രണ്ട്, ഈ രാഹുൽ പറഞ്ഞ പോലെയല്ല, ഒരു യുക്തിവാദി പോലും മറ്റൊന്ന് പ്രലോഭനത്തിന് പുറത്ത് ഭീഷണിക്ക് പുറത്ത് യുക്തിവാദിയായത് ഞാൻ കണ്ടില്ല. പക്ഷേ മതവിശ്വാസികളായത് കണ്ടിട്ടുണ്ട്. യുക്തിവാദികൾ അവർ കൺവിക്ഷൻ്റെ പുറത്താവുന്നത്. അങ്ങനെ എല്ലാവരും യുക്തിവാദികളാക്കാനുള്ള ശ്രമമല്ല, ഒരു ശാസ്ത്രീയമായ ഒരു വീക്ഷണം മുന്നോട്ട് വെച്ചു, അത്രയേ ഉള്ളൂ. അല്ല, യുക്തിവാദികളെ ആരും തോക്കിക്കൊണ്ട് ആരെയും യുക്തിവാദികളാക്കിയിട്ടില്ല. അങ്ങനെ യുക്തിവാദി ആകാൻ പറ്റിയില്ല. യുക്തിവാദം ഭേദത്തല്ല, അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു കോംപ്രഹെൻസീവായി ചർച്ച ചെയ്യാനുള്ള
ഒരു വാതായനം തുറന്നു വെച്ചിരിക്കുന്നു. അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ ഇത്തരം രീതിയിലുള്ള കടുംപിടുത്തങ്ങൾ അത് മതേതര കടുംപിടുത്തങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നു. ശ്രീ സിവിക് ചന്ദ്രൻ, സാമൂഹിക ചിന്തകൻ, ടെലിഫോൺ ലൈനിൽ. ശ്രീ സിവിക് ചന്ദ്രൻ, നമ്മുടെ പൊതുജീവിതം ആകപ്പാടെ തന്നെ മതാത്മകമാകാൻ ഒരുങ്ങുന്ന ഒരു സവിശേഷമായ ഘട്ടത്തിലാണ് മന്ത്രി ജി സുധാകരൻ മതാത്മകമായ കാര്യങ്ങളൊക്കെ പൊതുജീവിതത്തിൽ നിന്ന്, അത് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്നെങ്കിലും ഒഴിവാക്കണം എന്ന ധീരമായ ഒരു പരാമർശവുമായി മുന്നോട്ട് വരുന്നത്. താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അത് ധീരമാണോ എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. സുധാകരന്റെ കവിത പോലെ ഈ വിടുവായത്വവും ആരും ഗൗരവമായി എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്, ഇത്തരം ഒരു സെക്യുലറൈസേഷൻ സമൂഹത്തിൽ നടക്കണമെങ്കിൽ സ്വാഭാവികമായും സുധാകരൻ അടക്കമുള്ള സെക്യുലറിസ്റ്റുകൾ പിന്തുടരുന്ന സെക്യുലറിസ്റ്റിന്റെ പരിമിതികൾ അവർക്ക് ബോധ്യമാവണം. ഇത് ഇന്ത്യനും കേരളീയവുമായ 21ാം നൂറ്റാണ്ടിൻ്റെതായ തുറന്ന സർഗാത്മകമായ ഒരു മതേതരത്തിൽ ആദ്യം എത്തട്ടെ. ഇതിപ്പോൾ സ്വാഭാവികമായും ഒരു മതവിരുദ്ധമോ ദൈവവിരുദ്ധമോ ആയ ഒരു മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു മതേതര അജണ്ട അടിച്ചേൽപ്പിക്കാനാവുക? അല്ല, അവിടെയുള്ള പ്രശ്നം ശ്രീ സിവിക് ചന്ദ്രൻ, മതേതര അജണ്ട അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതല്ല. ജി സുധാകരൻ ഒരു വ്യക്തിയോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ നിലവിളക്ക് കൊളുത്തരുത് എന്ന്, ഒരു വ്യക്തിയോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രാർത്ഥനാ ഗീതം ആലപിക്കരുത് എന്ന്. മറിച്ച് ഔദ്യോഗിക സംവിധാനത്തിൻ്റെ, സർക്കാരിൻ്റെ പരിപാടിയിൽ അത് വേണ്ട എന്നാണ് പറയുന്നത്. സർക്കാരിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ നികുതിദായകൻ്റെ പണം കൊണ്ടുണ്ടാക്കുന്ന പരിപാടിയാണ്. നികുതി നായകൻ എന്ന് പറയുമ്പോൾ ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും മതമില്ലാത്തവനും ഒക്കെ പെടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടി ആ അർത്ഥത്തിൽ തന്നെ പൂർണ്ണമായും മതനിരപേക്ഷമായി അല്ലേ നടക്കേണ്ടത്? അല്ല, ഒന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു പോളിസി സർക്കാർ ആദ്യം സ്വീകരിക്കണം. സർക്കാരോ CPM-ഓ ആദ്യം സ്വീകരിക്കണം. അവർ സെക്യുലർ ആവണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജാതിക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്ന് വിചാരിക്കുക. ഇപ്പൊ ജാതി വേണ്ട എന്നുള്ള ഇപ്പൊ സമ്മേളനങ്ങളിലെല്ലാം നായരും കുറുപ്പും മേനോനൊക്കെയാണല്ലോ പ്രസംഗിക്കുന്നത്. ആദ്യമായിട്ട് ജാതിക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മറ്റേ CPM, LDF, അതിന്റെ നേതൃസ്ഥാനത്തുള്ള മുഴുവൻ പേരും ആദ്യം ജാതി വാല ഒഴിവാക്കട്ടെ. അങ്ങനെ ജാതി ഇല്ലാത്തതാണെന്ന് സ്വയം പ്രഖ്യാപിക്കട്ടെ. അങ്ങനെ ഒരു 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 നിലപാട് സ്വീകരിച്ചതിന് ശേഷം വേണം ജാതിക്കെതിരായിട്ടുള്ള ഒരു നിലപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇവിടെയും സ്വാഭാവികമായും പാർട്ടി പരിപാടികൾ സമ്പൂർണമായിട്ട് സെക്യുലർ ആക്കട്ടെ, മതേതരമാക്കട്ടെ. അതുപോലെ തന്നെ ഇത്തരം മതചടങ്ങുകളിൽ നിന്ന് പാർട്ടി നേതാക്കൾ വിട്ടുനിൽക്കട്ടെ. ഇത് സംബന്ധമായ പാർട്ടി തന്നെ ഒരു മാതൃക കാണിച്ച്, മന്ത്രിമാർ തന്നെ MLA-മാര് MP-മാര് ഒരു മാതൃക കാണിച്ചിട്ട് സ്വാഭാവികമായും അതിനെ തുടർന്ന് ഒരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കല്ലേ വേണ്ടത്. അല്ലാണ്ട് അരസമായി ഒരു ഉത്തരവാദിത്വം. ശരി, അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. തുടരണം ഈ ചർച്ചയിൽ. ശ്രീ PK ഫിറോസ്, നമുക്ക് എന്തിനേയും മതാത്മകമായി കാണേണ്ടതുണ്ടോ? നിലവിളക്ക് കൊളുത്തൽ അതിപ്പോൾ മതവിഭാഗങ്ങൾ അവരുടെ ആരാധനയുടെ ഭാഗമായി ചെയ്യുന്നുണ്ട്, അങ്ങനെ അല്ലാതെയും ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ പ്രാർത്ഥനാ ഗീതങ്ങൾ, അവ ദൈവമേ, ഈശ്വര എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. സ്കൂളുകളിലെ പ്രാർത്ഥനാ ഗീതങ്ങളാണ് ഞാൻ പറയുന്നത്, അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൻ്റെ ദൈവത്തെ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ സെക്യുലറായി കണ്ടാൽ എന്താണ് കുഴപ്പം? അല്ല, ഒന്ന് ഇപ്പം ഈ വാദം ഉന്നയിച്ച സുധാകരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇവിടെ നേരത്തെ സിവിക് ചന്ദ്രൻ പറഞ്ഞതുപോലെ എനിക്കുണ്ട്. ഇപ്പം നേരത്തെ തന്നെ ബിജു സംസാരിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ നിലപാടിനെ പ്രശംസിക്കുന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ DYFIയും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബ് നിലവിളക്ക് കൊളുത്താതിരുന്നപ്പോൾ അതിനെ വിമർശിക്കുകയും പിറ്റേ ദിവസം അബ്ദുൾ റബ്ബ് പങ്കെടുത്ത ചടങ്ങിലേക്ക് നിലവിളക്ക് കൊളുത്തി സമരം ചെയ്യുകയൊക്കെ ചെയ്ത DYFIയുടെ സമര ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ഇരട്ടത്താപ്പ് അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇപ്പം അമ്പലത്തിൽ നിന്നുള്ള പ്രാർത്ഥനാ ഗീതങ്ങളും അതുപോലെ ചർച്ചിൽ നിന്നുള്ള മണിനാദവും പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളികളൊക്കെ ആളുകൾ വളരെ സൗഹാർദ്ദത്തിലാണ് കേൾക്കുന്നത്. അതേ സംബന്ധിച്ച് ഇവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അഭിലാഷ്. അതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം അതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പൊതുബോധമാണ്. എന്നാൽ ഇത് ഒരു സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സർക്കാർ പരിപാടി തുടങ്ങുന്നത് ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂക്തം ഓതിക്കൊണ്ട് തുടങ്ങണമെന്ന്
പിന്നെ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികൾക്ക് വിശ്വാസമുള്ള അല്ലെ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ഒരു പരിപാടി നടക്കണം എന്ന് തീരുമാനമെടുത്താൽ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ശരിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പൊതുചടങ്ങ് ഭഗവത്ഗീതയോ മറ്റേതെങ്കിലും ഹൈന്ദവ ഗ്രന്ഥങ്ങളോ ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ഉണ്ടാകുന്നതെങ്കിൽ താങ്കൾ ഈ പറയുന്നത് ശരിയാണ്. പക്ഷേ അങ്ങനെ അല്ലല്ലോ. നമ്മുടെ നാട്ടിലെ പൊതുചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപേ കാര്യപരിപാടിയിലെ ആദ്യത്തെ ഇനം ഈശ്വര പ്രാർത്ഥനയാണല്ലോ. ആ ഈശ്വര പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ഏതെങ്കിലും സൂക്തങ്ങൾ കടന്നുകൂടാറുണ്ടോ? ഉണ്ടോ അഭിലാഷ്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കണ്ണൂർ എയർപോർട്ട് അതിൻ്റെ റൺവേയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് എങ്ങനെയാണ്? ഭൂമി പൂജ നടത്തിയിട്ടാണ്. അതായത് പിന്നെ വിഘ്നേശ്വരനായ പിന്നെ ഗണപതിക്ക് പിന്നെ തേങ്ങ കൊടുത്തുകൊണ്ട് തേങ്ങ ഉടച്ചുകൊണ്ടാണ് അതിൻ്റെ ഭൂമി പൂജ നടത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ട്രെയിൻ ബോഗി പുറത്തിറക്കുന്നത് പ്രത്യേക തരത്തിലുള്ള ഹിന്ദുമത വിശ്വാസ പ്രകാരം പൂജ നടത്തിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പിന്നെ ഈ ആയുധ പൂജ നവമിയിൽ പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ തോക്കുകളടക്കം പൂജ നടത്തിയിട്ടാണ്. പിന്നെ പോലീസുകാരടക്കം അതിനെ സർക്കാരിൻ്റെ മുതലാണല്ലോ. അങ്ങനെ വ്യത്യസ്തമായ പല പിന്നെ കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള വിശ്വാസപരമായ ആചാരങ്ങൾ സർക്കാരിൻ്റെ ചടങ്ങുകളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും, നാളെ ഇതായിരിക്കില്ല സ്ഥിതി. നാളെ ഈ പറഞ്ഞതുപോലെ ഇസ്ലാം മത വിശ്വാസപ്രകാരമുള്ള ആചാരങ്ങൾ നമുക്ക് ഇതുപോലെയുള്ള സർക്കാർ പരിപാടികളിലേക്ക് കൊണ്ടുവരുന്ന മുമ്പ് നേരത്തെ പിന്നെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന അതിഭീകരമായ വാദങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ഇനി ക്രിസ്തുമത വിശ്വാസികൾ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. താങ്കൾ ഈ സൂചിപ്പിച്ച ഉദാഹരണം മാത്രമല്ല, ISRO റോക്കറ്റ് വിക്ഷേപിക്കുന്നതും അത്യന്താധുനിക യുദ്ധക്കപ്പലോ അന്തർവാഹിനിയോ നീറ്റിലിറക്കുന്നതും വരെ ഏതെങ്കിലുമൊക്കെ സവിശേഷമായ പൂജകൾ ചെയ്തോ തേങ്ങയുടച്ചോ ഒക്കെയാണ്. പി ബിജു മന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു സ്കൂൾ ഉദ്ഘാടനത്തിന് പോയാൽ ഏതെങ്കിലും പെൺകുട്ടികൾ വന്ന് ഒരു പഴയ ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണന നടത്തും. ഏതംഗം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊക്കെ പഴഞ്ചനും ഫ്യൂഡലിസ്റ്റിക്കുമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ദേവിയെ ആപാദചൂടം സ്തുതിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ നമ്മുടെ വിദ്യാലയങ്ങളിലോ പൊതുചടങ്ങുകളിലോ ഒക്കെ ഉണ്ടോ? ഇതിനെയൊക്കെ വല്ലാത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ്? ഒന്ന്, ഈ രാഹുൽ ഈശ്വർ പറയുന്നത് മതസൗഹാർദ്ദമാണ്. ഇന്ത്യൻ ഭരണഘടന അതല്ല പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് മതേതരത്വമാണ്. എല്ലാവരും തുല്യരായാണ് കാണുന്നത്. അതും മതസൗഹാർദ്ദവും രണ്ടാണ്. ഞാൻ ആദ്യമേ അത് സൂചിപ്പിച്ചു. മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിനല്ല ഇവിടെ ആരും നിൽക്കുന്നത്, ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് വേണ്ടത്. മറ്റൊന്ന്, വിശ്വാസവുമായി ബന്ധപ്പെട്ട അബ്ദുറബിൻ്റെ പ്രശ്നം ഫിറോസ് സൂചിപ്പിച്ചു. അബ്ദുറബ്ബ് ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന് വിളക്ക് കത്തിക്കാം, വിളക്ക് കത്തിക്കാതിരിക്കുക, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഓരോരുത്തരുടെയും വിശ്വാസം അംഗീകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഗാന്ധിയൊക്കെ ഇവിടെ കോട്ട് ചെയ്തു. ഗാന്ധിയെ കൊന്ന ആരാ? ഗാന്ധിയെ കൊന്നത് ഹിന്ദു മതമൗലികവാദിയാണ്. ഗാന്ധിയേക്കാൾ വലിയ ഹിന്ദു അല്ലെങ്കിൽ മതേതരവാദി ജവഹർലാൽ നെഹ്റുവിനെ ആയിരുന്നു കൊല്ലേണ്ടിയിരുന്നെന്നാണ് ഇപ്പോഴത്തെ നേതൃത്വം പറയുന്നത്. ഇവിടെ സിമ്പിളാണ്. എന്തിനാണ് നമ്മളിതിനെ വല്ലാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത്? പൊതുചടങ്ങുകളിൽ പൊതുവായിട്ടുള്ള ബിംബങ്ങൾ പോരെ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പോരെ, അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നല്ലേ പറഞ്ഞത്. ബഹുമാന്യനായ മന്ത്രി പറയുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും സ്കൂളിലെ പ്രാർത്ഥന അല്ലെങ്കിൽ ഏതെങ്കിലും യോഗത്തിലെ പ്രാർത്ഥനയിൽ അത്തരം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിവിധ സ്ഥലങ്ങളിലുള്ള പ്രാർത്ഥന. തീർച്ചയായും പി ബിജു, പൊതു ഇടങ്ങളിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഇപ്പോഴുള്ളവ പൊതുവല്ല, ഏതെങ്കിലും ഒരു മതത്തിൻ്റെതാണ് എന്ന് തോന്നേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതാണ് എൻ്റെ സംശയം. അല്ല, അതൊരു ഒറ്റ മറുപടിയാണ്. എന്തുകൊണ്ട് അബ്ദുറബ്ബ് വിളക്ക് കത്തിച്ചില്ല? അതിനുള്ള മറുപടി അഭിലാഷ് പറഞ്ഞാൽ മതി, അപ്പോൾ വ്യക്തമാവും. മന്ത്രിക്ക് വിശ്വാസപരമായി വിളക്ക് കത്തിക്കുന്നതിനോട് താല്പര്യമുണ്ടാകില്ല. പക്ഷേ ഒരു മതേതര പൊതുസമൂഹത്തിൽ മന്ത്രിയായിരിക്കേണ്ട ആൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിനകത്ത് മാത്രം നിൽക്കേണ്ട ആളാണോ എന്ന പ്രശ്നമുണ്ട്. വിളക്ക് കത്തിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ, അത് അവരുടെ വ്യക്തിപരമായ കാര്യം എന്നുള്ള നിലയിൽ കണ്ടാൽ പോരെ. അതിനപ്പുറത്ത് അതുകൊണ്ട് സർക്കാർ പരിപാടികളിൽ വിളക്കേ വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണോ യുക്തം? സർക്കാർ പരിപാടികൾ വിളക്കേ വേണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. പൊതു ഇടങ്ങളിൽ
പല രൂപത്തിലുള്ള ആൾക്കാരുണ്ട്. വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള ആൾക്കാരുണ്ട്. വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിളക്ക് കത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, വിളക്ക് കത്തിക്കുന്നത് വിശ്വാസത്തിനെതിരായി കാണുന്ന ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരെല്ലാം വരുന്നതല്ലേ പൊതുചടങ്ങുകൾ. ആ പൊതുചടങ്ങുകളിൽ പൊതുബിംബങ്ങളാവുന്നതല്ലേ നല്ലത് എന്ന് അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്. അതിനെന്താ തെറ്റ്? അതിനിങ്ങനെ കലിതുള്ളേണ്ട കാര്യം എന്താ? അതിന് ഇങ്ങനെ CPM എന്താ പറയുന്നത്, സെക്യുലറിസം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അല്ല, സെക്യുലറിസം അല്ല, ഈ വിശ്വാസത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു, വിശ്വാസികളെല്ലാം തറപറ്റിക്കാൻ പോകുന്നു. ഈ ചർച്ചയ്ക്കൊന്നും പ്രസക്തിയില്ല. ശരി, ആ ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ, വ്യക്തിപരമാണ്. ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളുടെ കാര്യമെടുത്താൽ അല്ലെങ്കിൽ ഹൈന്ദവമായ ടെക്സ്റ്റുകളുടെ കാര്യമെടുത്താൽ അതിലൊക്കെ അവഗാഹമുള്ള ആളാണ് പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ. അദ്ദേഹം രാമായണ വ്യാഖ്യാനം നടത്തുന്നത് ഈ കഴിഞ്ഞ കർക്കിടക മാസത്തിൻ്റെ അവസാനത്തെ ദിവസം ഞാൻ ടെലിവിഷനിലൂടെ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഹൈന്ദവതയോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആളല്ല, മറിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മുഴുവൻ ആളുകളുടെയും നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പൂർണ്ണമായും മതേതരമായ കാര്യങ്ങൾ മതിയെന്ന് അഭിപ്രായപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ മാത്രമാണ്. അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട. ഈ ഫോട്ടോ അഭിലാഷിന് കാണാൻ പറ്റുമെന്നറിയില്ല. യൂറോപ്യൻ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന്റെ ചിത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ചിത്രമാണ്. ഇവിടെ ഫ്രണ്ടിൽ നടരാജ വിഗ്രഹമാണ്, അല്ലെങ്കിൽ നടരാജന്റെ വലിയ പ്രതിമയാണ്. അവിടെ ഒരു ഹിന്ദുവുമില്ല, പക്ഷേ ഇവർ നടരാജ സിംബോളിസത്തോട് ശാസ്ത്രത്തിന് ബന്ധമുണ്ട് എന്ന കാര്യത്തിലാണ് വെച്ചിരിക്കുന്നത്. വെറുതെ CERN ഹിഗ്സ് ബോസോൺ ദൈവകണിക പരീക്ഷണം നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിഫിക് സെന്ററിന്റെ ഫ്രണ്ടിലാണ് ഇതിരിക്കുന്നത്. സുധാകരൻ സാർ അവിടെ ഇല്ലാത്ത ഭാഗ്യം, ഇല്ലെങ്കിൽ ബ്രാഹ്മണ പൊതുബോധവും ഫ്യൂഡലിസവും ആണെന്ന് പറഞ്ഞേനെ. രണ്ട്, ശ്രീ ഫിറോസിനോട് ഒരു മറുപടി. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയുടെ കറൻസി നോട്ടുകളിൽ ഗണപതിയുടെ ചിത്രമുണ്ട്. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ സമുച്ചയം ഹോട്ടൽ രാമായണയാണ്. അവിടുത്തെ ഏറ്റവും കോമൺ പേരുകളിലൊന്ന് രാം മുഹമ്മദ് ആണ്. അവിടുത്തെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്ന് ബാങ്ക് ഗണേശയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാം. അവർ പറയുന്ന ആംഗിൾ, ഞങ്ങൾ മതം കൊണ്ട് മുസ്ലിങ്ങളാണെങ്കിലും സംസ്കാരം കൊണ്ട് ഇന്ത്യക്കാരാണ്, കൾച്ചറൽ ഇന്ത്യൻസ് എന്നാണ്. ശ്രീ G. സുധാകരൻ അടക്കമുള്ള ആൾക്കാർ ചെയ്യുന്നത് ഈ കൾച്ചറൽ ഹിന്ദുയിസത്തെ അല്ലെങ്കിൽ കൾച്ചറൽ ഇന്ത്യൻനെസ്സിനെ ഡിലീറ്റ് ചെയ്യാനും ഇല്ലാതാക്കുകയും നോക്കുകയാണ്. ഈ നികുതി പണം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും പണമാണ്. ഈ മതസൗഹാർദ്ദം നമുക്ക് വേണ്ടേ? രണ്ട്, സർക്കാരിന്റെ കാശ് വെച്ചല്ലേ ഇഫ്താർ പാർട്ടി നടത്തുന്നത്? സർക്കാരിന്റെ കാശ് വെച്ചല്ലേ 550 കോടി രൂപ ഹജ്ജ് സബ്സിഡി കൊടുക്കുന്നത്? ഞങ്ങളെല്ലാം അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ? അത് നമ്മുടെ നാടിന്റെ നന്മയാണ്. ശ്രീ ഫിറോസ് അത്തരം കാര്യങ്ങളൊന്നും കയറി പിടിക്കില്ല. കാര്യം അദ്ദേഹത്തിന് അറിയാം പൊള്ളുന്ന ഏരിയ ആണെന്ന്. അപ്പോ ഹജ്ജ് സബ്സിഡി കൊടുക്കുന്ന ഇഫ്താർ പാർട്ടികൾ നടത്തുന്ന വ്യക്തികളാണ് ഞങ്ങൾ, പരിപാടിക്ക് പോകുന്ന വ്യക്തികളാണ്. അങ്ങനെ തന്നെ വേണം. ആ രീതിയിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ആഘോഷിക്കുന്ന ബഹുസ്വരത വേണ്ട നാടാണ്. ശ്രീ ബിജു പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഗാന്ധിജി എന്തുകൊണ്ടാണ് കൊന്നത്? തികച്ചും അസഹിഷ്ണുതാവാദികളായ തീവ്ര ഹിന്ദുത്വവാദികൾ ഗാന്ധിജിയുടെ ഈ മൃദു ഹിന്ദുത്വ ലൈൻ, സെക്കുലർ ഹിന്ദുത്വ എന്ന് വിളിക്കുന്ന ലൈൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഗാന്ധിജിയെ കൊന്നത്. അങ്ങനെ മതസൗഹാർദ്ദത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച ഗാന്ധിജിയുടെ നാട്ടിൽ, രാമനും റഹീമും നീയാണെന്ന് പറയുന്ന നാട്ടിൽ, നിങ്ങൾ ബൈബിളും ഖുറാനും ഗീതയും പഠിക്കണമെന്ന് പറയുന്ന നാട്ടിൽ മതചിഹ്നങ്ങൾ വേണ്ടെന്നല്ല, എല്ലാ മതചിഹ്നങ്ങളും വേണമെന്നാണ്. എല്ലാ മത ആഘോഷങ്ങളും സംഘടിപ്പിക്കണമെന്നാണ്. നിങ്ങൾ നബിദിനവും ക്രിസ്മസും വിഷുവും ഓണവും എല്ലാം സംഘടിപ്പിക്കണമെന്നും എല്ലാം പൊതുവാക്കണം എന്ന ആശയമാണ് വെക്കേണ്ടത്. എന്നാലേ അസഹിഷ്ണുത ഇല്ലാതാവൂ. ഇത് ഒരു തരത്തിൽ അസഹിഷ്ണുത തന്നെയല്ലേ? ഇത് കുറച്ചുകൂടെ ഡൽഹി പോകുമ്പോഴാണ് പറയുന്നത് JNUവിൽ എന്തിനാ ദേശീയ ഗാനം ആലപിക്കുന്നത്, ദേശീയത വേണ്ടാന്ന് പറയും. ഓരോ തലങ്ങളിലായി ഈ സാംസ്കാരികതയെ ഇല്ലാതാക്കാൻ. രണ്ട്, ഈ അഥവാ ഈ നിലവിളക്ക് കൊളുത്താൻ കഴിയില്ലെങ്കിൽ എനിക്ക് പേടിയായി പോയി. അതായത് G. സുധാകരൻ സാറ് ദേവസ്വം മന്ത്രിയായി ഇരിക്കുമ്പോൾ ശബരിമലയിൽ എങ്ങാനും ഇനിയും വിളക്ക് കൊളുത്തരുതെന്ന് പറഞ്ഞാലോ? കാര്യം ഈ ദേവസ്വം ബോർഡ് സർക്കാരിന്റെയാണ്, സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ കാലിലുള്ള ശബരിമലയാണ്. അവിടെ കൂടെ മതേതരത്വത്തിന്റെ ഭാഗമായി വിളക്ക് തെളിയിക്കണമെന്ന് പറയും. ഇതൊക്കെ തീവ്രവാദങ്ങളാണ്. ശരി, ഇത് തീവ്രവാദമാണ് എന്ന് താങ്കൾ കാണുമ്പോൾ ശ്രീ ഫക്രുദ്ദീൻ അലി, ലിബറൽ ഇടതുപക്ഷത്ത് നിന്ന് ഇതിന്റെ വായന എങ്ങനെയൊക്കെ സാധ്യമാണ്? സാംസ്കാരിക ചിഹ്നങ്ങളെ മതപരമായ ചിഹ്നങ്ങളായി, മതപരമായ ബാഹ്യ ചിഹ്നങ്ങളായി കാണേണ്ടതുണ്ടോ? ഇതൊക്കെ മത പുനരുത്ഥാനവാദത്തിന്റെ അടയാളങ്ങളായി കാണേണ്ടതുണ്ടോ? വിളക്കടക്കമുള്ള അല്ലെങ്കിൽ പ്രാർത്ഥന അടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും മതാത്മകമായി കാണേണ്ടതുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ചർച്ചയുടെ പുറകെ വരും. അല്ല, ഇതിന്റെ പല പൊസിഷനിങ് ആണ്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്തരം ഡിസ്കോഴ്സ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ ആദ്യം കൊണ്ടുവന്ന ഇടതുപക്ഷത്തുണ്ട് KN ആണ്. KN പറഞ്ഞ ഓണാഘോഷം എല്ലാം തന്നെ ഒരു സവർണ ആഘോഷമാണ്.
അതുകൊണ്ട് മുസ്ലിംസിന് മാത്രമല്ല വന്നത്, കിയാളിന്റെ മേലുള്ള അതിശക്തമായിട്ടുള്ള സവർണ്ണ ബിംബത്തെ അടിച്ചേൽപ്പിക്കാന്നുള്ള ഒരു പൊസിഷനെ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഓണത്തിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് കിയാളിന്റെ ആഘോഷമായിരുന്നു. പിന്നെ ഇക്കാലത്ത് നമ്മൾ രാഹുലിന്റെ ഒക്കെ പൂർവികർ ബ്രാഹ്മൺസ് അപ്രോപ്രിയേറ്റ് ചെയ്തെന്നുള്ള അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു വായന, പല ആഘോഷങ്ങളുടെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോണ്ടക്സ്റ്റ്, ഫിറോസ് പറയുന്ന കോണ്ടക്സ്റ്റ് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമൊക്കെ ആണെങ്കിൽ ഒരു രാജ്യമായിരുന്നെങ്കിലൊക്കെ ഒരു പക്ഷേ പോസിബിൾ ആയിരുന്നു, അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു ഇടം നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലും കൊടുക്കരുത് എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം വെച്ചാൽ എല്ലാ മതങ്ങളും ആഘോഷിക്കുക, അവർ കൊണ്ടാടാനുള്ള അവകാശം വേണം. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു മഹാഭൂരിപക്ഷമുള്ള അതിവിശാലമായ രാജ്യമാണ്. കേരളത്തിൽ അതിശക്തമായ പ്രബുദ്ധമായിട്ടുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ഇപ്പം ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ കമ്മ്യൂണിസത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പം രാഹുൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച പറഞ്ഞ പോലെ ഹിന്ദുയിസത്തെ ഹിന്ദുത്വമാക്കി വ്യാഖ്യാനിച്ച് സ്വന്തം കാര്യങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കയ്യിൽ നമ്മൾ വടി വെച്ച് കൊടുക്കുന്നത് തുല്യമായിരിക്കും. പക്ഷേ സുധാകരൻ സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായം ഞാനും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ഞങ്ങളെല്ലാം തന്നെ ഈ ആൾദൈവങ്ങളിലും അതുപോലെ മതാത്മകതയും മതവിശ്വാസം ആയിക്കോട്ടെ മതാത്മകതയൊക്കെ കൂടി വരുമ്പോൾ അതിനൊരു സോഷ്യൽ മെഡിസിൻ എന്നുള്ള രീതി എന്താണ്, സയന്റിഫിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം, ഏത് രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കും, ഞങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം തന്നെ വായനുള്ള ആളാണ്, അത് രാഹുൽ പോലും അക്കാര്യത്തിൽ എതിർപ്പുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തെ നിരീക്ഷണം മുന്നോട്ട് വെച്ച് സ്വാഗതാർഹമാണ്, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഓരോ പൊസിഷനിങ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം, ജീവിക്കുന്ന പ്രദേശം മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്താൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം സാംസ്കാരികമായ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ വീട്ടിൽ നടത്തുന്ന നേർച്ച, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ കട കുത്തുകത്തി, എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് ഫിറോസ് എനിക്ക് തോന്നുന്നത്, അതേ കുന്നമംഗലം ഞാൻ ബാലുശ്ശേരിക്കാനാണ്. ഇതൊക്കെ തന്നെ ഇസ്ലാമിൽ നോക്കി ഷിർക്കാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് മുജാഹിദുകളെ അങ്ങേയറ്റത്തെ സലഫിയോ എല്ലാം മടവൂരിനെ പോലെയുള്ള ആളുകളോ മറ്റുള്ള ആളുകളല്ല. അവരാണ് ഇപ്പോൾ IS ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം മുസ്ലിംസ് ആരാ സത്യത്തിൽ ഞങ്ങളെയൊക്കെ കുടുംബം എന്ന് വെച്ചാൽ പഴയ ഹിന്ദുക്കളായിരുന്നു. പിന്നെ മാലിക് ദീനാവ് സംഘവും വന്നു, വളരെ സഹോദരമായ അന്തരീക്ഷം, ഇവിടുത്തെ രാജാക്കന്മാരുടെയൊക്കെ സമ്മതത്തോടു കൂടി അല്ല അനുവാദത്തോടു കൂടി മതം മാറിയ വന്ന ആളുകളാണ്. നമ്മുടെ സാംസ്കാരികമായ ചില പേരുകൾ അവിടെയുണ്ട്. എല്ലാം നമ്മൾ എന്തിനാ ഹിന്ദുത്വവാദികൾ അതിനൊക്കെ ബഹുമാനിച്ചുകൊണ്ടും ശാസ്ത്രീയമായ ഒരുപാട് കാലം പുറകോട്ടൊന്നും പോകണ്ട, നമ്മുടെ വർത്തമാനകാലം തന്നെ എടുക്കുക. ഒരു മലയാളിയെ സംബന്ധിച്ച് ഓണത്തിന് ഇലയിൽ സദ്യയുണ്ട്, പെരുന്നാളിന് ബിരിയാണി കഴിച്ച്, ക്രിസ്മസിന് കേക്ക് മുറിച്ച് സാധാരണ നിലയിലുള്ള മതജീവിതം വ്യക്തിപരമായി നയിക്കുന്ന ആളുകൾ ഓരോരോ പൊതുവേദികളിൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനത്തിൽ, ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെന്നിരിക്കട്ടെ, എല്ലാ മതവിഭാഗങ്ങളുടെയും ഉത്സവങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവെക്കാറുണ്ട്. അതല്ലാതെ എൻ്റെ മതം എന്നുള്ള നിലയിൽ ഒന്നിനെയും ചുരുക്കി കാണാറില്ല. ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നത് തെറ്റാണ് എന്നുള്ള തരത്തിലുള്ള ചിന്ത അല്ലെങ്കിൽ തീവ്ര മതബോധം ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ വളർന്നു വരുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക വിഭാഗത്തിനിടയിൽ എന്ന് പറയുന്നത് മാതിരി ഇങ്ങനെ ഓരോന്നിനെയും ഒരു മതത്തിൻ്റെ പ്രോപ്പർട്ടിയായി എഴുതി കൊടുത്ത് ഒരു ബഹുസ്വരമായ സമൂഹത്തിൻ്റെ ഇഴയടുപ്പം ഇല്ലാതാക്കുന്ന തരത്തിലേക്കൊക്കെ എന്തിനാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്? നമ്മുടെ നാട്ടിൽ പൊതുചടങ്ങുകളിൽ നിലവിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിൽ കൊളുത്താൻ താല്പര്യമുള്ളവർ കൊളുത്തിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചാൽ പോരെ. അതിനെയൊക്കെ എന്തോ മതപരമായ ഒന്നായി കാണുന്നത് എന്തിന്? അല്ല അഭിലാഷ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നാട്ടിൽ മതസൗഹാർദ്ദം ഉണ്ടാവണമെന്നും ഈ പറഞ്ഞതുപോലെ മതങ്ങൾ തമ്മിലും അതുപോലെ തന്നെ മതവിശ്വാസികൾ തമ്മിലും ഒക്കെ വലിയ തോതിലുള്ള സൗഹാർദ്ദങ്ങൾ ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇനിയും നടക്കണം എന്നുള്ള കാര്യത്തിലൊന്നും ഇവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ആചാരങ്ങൾ ഒരു സർക്കാർ പരിപാടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മറ്റു മതവിശ്വാസികൾക്കുണ്ടാകുന്ന അവരുടെ അഭിപ്രായ വ്യത്യാസമോ അലോസരത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുണ്ടാവാതിരിക്കാൻ പൊതുവായ രീതിയിലുള്ള പരിപാടികളാണ് ഉചിതം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇപ്പം നിലവിളക്കിൻ്റെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പം നിലവിളക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മറ്റു പൂജകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരാചാരമാണ് നിലവിളക്ക്. അത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പൊതുവായി നമ്മൾ കണ്ടുവരുന്നത് നേരത്തെ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു ആചാരം എന്ന നിലക്കാണ്. അതുകൊണ്ടാണ് അബ്ദുറബ് എന്ത് ചെയ്തത്? അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ അബ്ദുറബ് എന്താ ചെയ്തത്? ഇനി മുതൽ ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് എനിക്ക് നിലവിളക്ക് കൊളുത്തുന്നത് എൻ്റെ വിശ്വാസപരമായി ശരിയല്ല, അതുകൊണ്ട് ഇനി എവിടെയും നിലവിളക്ക് കൊളുത്തരുത് എന്ന നിലപാട് അബ്ദുറബ് എടുത്തിട്ടേ ഇല്ല. അബ്ദുറബ് എടുത്ത നിലപാട് ഏറ്റവും മാതൃകാപരമായ നിലപാടാണ്. അബ്ദുറബ് പറഞ്ഞത് എനിക്ക് വിശ്വാസപരമായ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു, നിങ്ങളൊക്കെ നിലവിളക്ക് കൊളുത്തിക്കൊള്ളുന്നത് ഏറ്റവും മാതൃകാപരമായ ഏറ്റവും സഹിഷ്ണുതയുള്ള നിലപാടാണ്. നമ്മൾ പറഞ്ഞത് ആ അഭിപ്രായത്തെക്കുറിച്ചൊന്നുമല്ല, നേരെ മറിച്ച് ഈ പറഞ്ഞ മറ്റു തരത്തിലുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ കൃത്യമായി വിശ്വാസപരമായതാണ് എന്ന് ഏവർക്കും ബോധ്യമായ കാര്യങ്ങൾ പൊതു ചടങ്ങുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ്. മറ്റൊന്ന്, ഇപ്പം ഇത് ഏത് രീതിയിലാണ് കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ ചർച്ചകൾ നടത്താം. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, കിട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം.
ആ പിന്നെ അത് നടന്ന സംഭവമാണ്. അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന ഓർമ്മയുടെ അറകൾ എന്ന് പറഞ്ഞ പിന്നെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ കിട്ടൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദുമത വിശ്വാസി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഉമ്മയുടെ വീട്ടിൽ ഉള്ള കാഞ്ഞിര മരത്തിന്റെ ചുവട്ടിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാഞ്ഞിര മരം മുറിക്കാൻ വേണ്ടി ഒരു മരം വെട്ടുകാരൻ വരുമ്പോൾ ഈ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഉമ്മ പറയുന്നുണ്ട്, ആ മരം മുറിക്കണ്ട, അത് ഞങ്ങൾ വിൽക്കുന്നില്ല, കാരണം അത് കിട്ടൻ അദ്ദേഹത്തിന്റെ ആചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മരത്തിന്റെ ചുവടായതുകൊണ്ട് അത് മുറിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ മരം വെട്ടുകാരൻ പറയും, നിങ്ങളുടെ മരമല്ലേ, നിങ്ങളുടെ ഭൂമിയല്ലേ, അത് മുറിച്ചുകൂടെ? അപ്പോൾ അത് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? അതിന്റെ വേറെ ഒരു വശം കൂടിയുണ്ട്. പിന്നീട് കിട്ടൻ മരിക്കുകയാണ്. കിട്ടൻ മരിച്ചിട്ട് കിട്ടന്റെ ഭാര്യ വന്നിട്ട് ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാപ്പയോട് പറയാണ്, ഇനി നിങ്ങൾ ആ മരം മുറിക്കണം. അപ്പം ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാപ്പ ചോദിക്കുന്നത്, പിന്നെ അപ്പം നിങ്ങൾക്ക് അവിടെ പൂജ നടത്തണ്ടെന്നാണ്. അപ്പോൾ ആ ദേവിക എന്ന് പറഞ്ഞ കിട്ടന്റെ ഭാര്യ പറയുന്നത്, കിട്ടൻ മരിക്കാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ട് പൂജയുടെ സാധനങ്ങളൊക്കെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകണം, അതുകൊണ്ട് അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇന്നായിരുന്നെങ്കിലോ ആരെങ്കിലും പൂജ നടത്തിയിരുന്നു എന്ന കാരണം പറഞ്ഞ് ഒരു കാലത്ത് പിന്നെ അവിടെ ആ ഭൂമിയിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സുകളിൽ നിന്നും ഉയർന്നു വരേണ്ട വിശാല മനസ്കതയാണ്. അതൊരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യണം. അതോടൊപ്പം ഈ വിശ്വാസപരമായ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം ഈ സർക്കാരിന്റെ പരിപാടികളിൽ ഏതെങ്കിലും വിശ്വാസങ്ങൾ വരേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. റൈറ്റ്, അതാണ് ശ്രീ പി ബിജു അവിടെ ഉയരുന്ന ഒരു പ്രശ്നം. താങ്കൾ നേരത്തെ ഭരണഘടന സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ഭരണഘടനയുടെ അനുച്ഛേദം 25 എല്ലാ മതവിശ്വാസികൾക്കും തുല്യമായ അവകാശവും തുല്യമായ പരിഗണനയുമാണ് വിഭാവനം ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഭരണഘടന മതേതരത്വം വിഭാവനം ചെയ്യുന്നുണ്ട്, പക്ഷേ മതനിരാസമല്ല, നിരീശ്വരത്വമല്ല വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ സംസ്ഥാനം ഭരിക്കുന്നത് കൊണ്ട് ഈ മതനിരാസത്തെ അടിച്ചേൽപ്പിച്ച് കളയാം, മതത്തെ എല്ലായിടത്തു നിന്നും കുടിയിറക്കി കളയാം എന്നില്ലല്ലോ. മതത്തെ എല്ലായിടത്തു നിന്ന് കുടിയിറക്കി കളയാമെന്ന് ആര് പറഞ്ഞു? മതനിരാസമാണ് അജണ്ടയെന്ന് ആര് പറഞ്ഞു? ഈ പറയാത്ത കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പള്ളിയിൽ വാങ്ക് വിളിക്കുന്നതിന് ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അമ്പലത്തിൽ വിളക്ക് കത്തിക്കുന്നതിന് ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞെന്താ, ഇവിടെ ഇഷ്യൂ വേറെയാണ്. ഇവിടെ ഇഷ്യൂ എന്താണ്? പൊതു ഇടങ്ങളിൽ, അതായത് വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും വരുന്ന ഇടങ്ങളിൽ പൊതുവായിട്ടുള്ള ബിംബങ്ങൾ പോരെ. ഇപ്പോൾ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞു ഗണപതിയെ ഇങ്ങനെ കറൻസി നോട്ടിൽ ഉപയോഗിക്കുന്നു. ഗണപതിയെ മതചിഹ്നമായി കാണുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ കാണുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഗണപതിയെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ കൊണ്ടുവന്നെന്ന് പറയുന്ന ആൾക്കാരില്ലേ? ഈ പറയുന്ന ആൾക്കാർ ഇവരോടെ പോയില്ലേ? വിമാനത്തിന് മുമ്പ് പുഷ്പവിമാനം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ഇവിടെ ഇഷ്യൂ എന്താണ്? പൊതുവായ ചടങ്ങുകൾ, ആരെയും വിശ്വാസത്തെ കരിക്കുന്നില്ല, ആരും വിളക്ക് കത്തിക്കണ്ടെന്ന് പറയുന്നില്ല, ആരും ഈശ്വര പ്രാർത്ഥന നടത്തുന്നുണ്ടെന്ന് പറയുന്നില്ല, ആരും അമ്പലത്തിൽ പോകും, അതൊക്കെ വ്യക്തിപരമാണ്. ഈ പൊതുവായ ഇടങ്ങളിൽ, അതായത് പൊതുവായ ഇടങ്ങളിലെന്ന് പറഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളുണ്ടാവും, ഇസ്ലാം മത വിശ്വാസികളുണ്ടാവും, ക്രൈസ്തവ വിശ്വാസികളുണ്ടാവും. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ബിംബങ്ങളുമുണ്ട്. അത് വിളക്കിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ടാവാം. പക്ഷേ ഇതൊക്കെ ബിംബങ്ങളായി കാണുന്നവരുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണോ എന്നൊരു ചർച്ചയ്ക്ക് ഇടം കൊടുത്ത് അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞ് എങ്ങനെയാണ് തെറ്റാവുന്നത്? ഇതൊരു സെക്കുലർ സമൂഹമല്ലേ? ഇവിടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കും, അതിനകത്തൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇതെന്താ പറയുന്നത്? രാഹുൽ പറയുന്ന കേട്ടത് ഇതൊന്നും വേണ്ടെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുക. അങ്ങനെയല്ല പറഞ്ഞത്. ഞങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ പുറത്തു പോകുന്നതിനകത്ത് പണം കൊടുക്കുകയാണ്, ദേവസ്വം ബോർഡിന് പണം കൊടുക്കുന്നില്ലേ? ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ഭാഗമായി എത്രയോ കാര്യങ്ങൾ, എത്ര കോടി രൂപ ഓരോ ബഡ്ജറ്റിലും ഈ കേരള സർക്കാർ കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാ സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. ഇത് ഒരു മതത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അതിനോട് താങ്കൾ പറയുന്നതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. രാഹുൽ ഹജ്ജ് സബ്സിഡിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ VD സതീശൻ ഒരു ചോദ്യമായി വിവിധ ഹൈന്ദവ മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി സർക്കാർ മുടക്കുന്ന പണം എത്ര എന്ന ചോദ്യം ഉന്നയിക്കുകയും സർക്കാർ അതിന് രേഖാമൂലം മറുപടി നൽകുകയും ചെയ്ത കാര്യം മുഴുവൻ പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുന്നു. ആ കണക്ക് അന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. കോടിക്കണക്കിന് രൂപ ഹൈന്ദവ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയും ശ്രീ രാഹുൽ ഈശ്വർ സർക്കാർ മുടക്കുന്നുണ്ട്. സർക്കാർ ഔദ്യോഗികമായി നിയമസഭയിൽ അതിനെ കണക്ക് വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ഹൈന്ദവരുടെ പ്രശ്നം, ക്രിസ്ത്യാനികളുടെ പ്രശ്നം, ഇസ്ലാമിസ്റ്റുകളുടെ പ്രശ്നം അങ്ങനെ കാണേണ്ടതേ അല്ല. നേരത്തെ താങ്കൾ തന്നെ ചർച്ചയിൽ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ശബരിമലയിൽ നിലവിളക്ക് കൊളുത്തേണ്ട എന്ന് ഇനി പറയുമോ എന്ന്. ഒരിക്കലും പറയില്ല. മതസ്ഥാപനങ്ങളിൽ ചെയ്യേണ്ടത് മതസ്ഥാപനങ്ങളിൽ ചെയ്യണം. വ്യക്തികൾ അവരുടെ വ്യക്തിപരമായ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായ നിലയിൽ ചെയ്യണം. സർക്കാരിൻ്റെ ചെലവിൽ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ സർക്കാരിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യേണ്ട എന്നേ മന്ത്രി പറഞ്ഞിട്ടുള്ളൂ. അതും ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ, അതല്ലാതെ സർക്കാരിൻ്റെ തീരുമാനമല്ല.
ശ്രീ അഭിലാഷും ശ്രീ ബിജുവും പറഞ്ഞ 100% ശരിയാണ്. ഈ അമ്പലങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴിൽ ശബരിമല വന്ന എന്റെ പെറ്റീഷൻ കാരണമാണ്. ഞാൻ കൊടുത്തിരുന്ന ക്ലോസ് എല്ലാ വർഷവും 80 ലക്ഷം രൂപ സർക്കാർ ഈ ദേവസ്വം ബോർഡിനും അമ്പലങ്ങളും നൽകുന്നു. അത് കൊടുക്കാൻ കാരണം ലക്ഷക്കണക്കിനുള്ള ഏക്കറുകൾ, ഇത്രയും 10,000 ഏക്കറുകൾ സർക്കാർ ദേവസ്വം ഭൂമികളിൽ നിന്നാണ് എടുത്തത്. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പല സ്ഥാനങ്ങളും ഉണ്ടായത്. ആയിക്കോട്ടെ, അതൊക്കെ പഴയ ചരിത്രം, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെ തന്നെ വേണം. ഹജ്ജ് സബ്സിഡിക്ക് കാശ് കൊടുക്കണം, അമ്പലങ്ങൾക്ക് കാശ് കൊടുക്കണം, പള്ളികൾക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. അങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. മതേതരത്വത്തിന്റെ പേരിൽ അമ്പലത്തെയും പള്ളിയെയും അകറ്റി നിർത്തരുത്. പകരം മതസൗഹാർദ്ദത്തിന്റെ പേരിൽ അമ്പലങ്ങൾക്ക് കൊടുക്കണം, പള്ളികൾക്ക് കൊടുക്കണം, ക്രിസ്ത്യൻ പള്ളികൾക്ക് കൊടുക്കണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ സഹായവും ചെയ്യണം എന്ന് തന്നെയുള്ളതാണ് കാഴ്ചപ്പാട്. പിന്നെ 2 ബ്രാഹ്മണ മേധാവിത്വം പറയുന്നു. ബ്രാഹ്മണർ പട്ടിണിയിലാണ്, നല്ലൊരു ശതമാനം ദാരിദ്ര്യത്തിലാണ്, നല്ലൊരു ശതമാനം ഈ അഷ്ടിക്ക് മുട്ടുള്ള ആൾക്കാരാണ്. ഈ ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ പറയുന്നത് പണ്ട് 40കളിലും 50കളിലും പറയുന്ന പ്രൊപ്പഗാൻഡയാണ്. അതൊക്കെ കളയാൻ സമയമായി. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്, ഈ രാജ്യത്തിന് ഭാരതം എന്നൊരു പേരുണ്ട്, ഈ രാജ്യത്തിന് ഹിന്ദുസ്ഥാൻ എന്നൊരു പേരുണ്ട്. 126 കോടി ജനങ്ങളിൽ 105-110 കോടി ഹൈന്ദവ സമൂഹത്തിലെ ആൾക്കാർ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും സെക്കുലർ രാജ്യമാണിത്. അതാണ് CPIയുടെ ബർദൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഇന്ത്യ സെക്കുലറായി? കാര്യം ഭൂരിപക്ഷം ഹിന്ദുക്കളും ഈ നാട്ടിൽ സെക്കുലറാണ്. അതുകൊണ്ട് സെക്കുലറിസ്റ്റ് ഒന്നും ആരും തള്ളി പറയുന്നില്ല. മതസൗഹാർദ്ദം വേണം, പക്ഷെ അതിനർത്ഥം സ്വന്തം സ്വത്വം കളയണം എന്നല്ല. നമ്മൾ മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ഗാന്ധിയൻ സെക്കുലറിസമാണ്, അല്ലാതെ നെഹ്റുവിയൻ സെക്കുലറിസം അല്ല. ഇവര് പറയുന്ന നെഹ്റുവിയൻ സെക്കുലറിസം, ഇപ്പൊ നേരത്തെ പറയണ്ടേ ഭരണഘടന മതേതരത്വമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ അവകാശം എങ്ങനെ കൊടുക്കും? അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 30 എങ്ങനെ കൊടുക്കും? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം എങ്ങനെ കൊടുക്കും? അപ്പം മതേതരത്വം എന്നുള്ളത് കേരളത്തിൽ മാത്രമുള്ള ഒരു കള്ള നാണയമാണ്. നമുക്ക് വേണ്ടത് മതസൗഹാർദ്ദമാണ്. ഭൂരിപക്ഷം ഹിന്ദു സമൂഹത്തിൽ ഉള്ളപ്പോഴും ന്യൂനപക്ഷങ്ങളെയും അതേപോലെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നമ്മളെല്ലാരെയും ഇന്ത്യക്കാരും മനുഷ്യരായി കാണുന്ന ഒരു കാഴ്ചപ്പാട്, അല്ലാതെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ശരി, നമ്മുടെ നാട്ടിലില്ലേ? അതാണ് രാഹുലിന്റെ വാദം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ പൊതുചടങ്ങുകളിലെ പ്രാർത്ഥനാ ഗീതാലാപനമാകട്ടെ, നിലവിളക്ക് കൊടുത്തലാകട്ടെ, അതിനെയൊക്കെ നമ്മൾ അതിഹൈന്ദവമായോ ഹൈന്ദവവൽക്കരണമായോ കാണേണ്ടതുണ്ടോ എന്നുള്ള പ്രശ്നം ഇപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇതൊക്കെ വിമർശിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇവയ്ക്കൊക്കെ മാറ്റം വരാൻ ഒരുങ്ങുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടാകുന്നത് നല്ല അർത്ഥത്തിലായിരിക്കുമോ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്ക് പോവുക? ഇത് ചർച്ച ചെയ്ത് വീണ്ടും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ വിശ്വാസത്തിന് മുകളിൽ ഇതാ ഇവർ കടന്നു കയറുന്നു എന്ന മട്ടിലായിരിക്കും. എങ്ങനെയാണോ മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകം, വളരെ നിർദോഷമായ ഒരു പാഠഭാഗം, വളരെ മതേതരമായ ഒരു പാഠഭാഗം സർക്കാരിന് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും പിന്നീട് പിൻവലിക്കേണ്ടി വരികയും ചെയ്തു എന്ന് നമുക്കറിയാം. അന്നിപ്പോൾ ഈ പറയുന്ന ലീഗിൻ്റെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ആ പുസ്തകം കത്തിച്ചതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ആ തരത്തിൽ പ്രതിരോധത്തിലേക്ക് വലിയാൻ, അല്ലെങ്കിൽ ഇതാ വിശ്വാസത്തെ ആകെ ആക്രമിക്കുന്നു എന്നുള്ള നിലയിലേക്ക് സർക്കാരിന് ആരോപണം കേൾക്കാൻ വഴിവെക്കുന്നതാണോ മന്ത്രിയുടെ ഈ പരാമർശം? അല്ല, ഇവിടെയാണ് പ്രശ്നം. നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത്, CPM ഭരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണക്കാരൻ്റെ കയ്യിൽ അവനെ വളരെ ബുദ്ധിപരമായിട്ട് ചൂഷണം ചെയ്യുമ്പോൾ ഫിസിക്കലായിട്ട് പ്രതികരിച്ചു പോകുക എന്നുള്ളത് വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അവനത് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ മറ്റേ എന്താ പറയുക, ഗുണ്ടാഭരണം വന്നു, അല്ലെങ്കിൽ അക്രമങ്ങളുടെ ഭരണം വന്നു, വയലൻസ് വന്നു, ബാക്കി എല്ലാത്തിനും പിന്നെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഈ സംഭവം പ്രൊജക്ട് ചെയ്യുന്നുള്ള ഇവിടെ ഉത്തമ മാധ്യമങ്ങളുടെയും വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെയും തീവ്ര ഹിന്ദുത്വവാദികളുടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒക്കെ ലൈന അതിനുള്ള ചാൻസ് ഇപ്പൊ കണ്ണൂരിലെയും നാദാപുരത്തിന്റെ ഒക്കെ വർഗ്ഗപരമായ പ്രശ്നം നന്നായിട്ട് അറിയുന്ന ആളും അവിടെ പാർട്ടി ലൈനാണ് കൃത്യമായ ലൈൻ അറിയാവുന്ന ആള് ഞാൻ. പക്ഷേ അതിനുവേണ്ടി വാദിക്കുന്ന ആൾ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്നാൽ ഞാൻ അത്തരം ഈ വിഷയങ്ങൾ പോലും ഇടപെടുമ്പോൾ തൽക്കാലം സംയമനം ഈ ഗവൺമെന്റിന്റെ കാലത്ത് പാലിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും, അതൊന്നും കാണില്ല. ഫിറോസൊക്കെ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ഇതേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട്. നമുക്ക് 57 കാര്യം അറിയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ, പക്ഷേ എന്ത് ചെയ്യാനാ, വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രശ്നമാക്കിയ സമയത്ത് നെഹ്റുവിന് തന്നെ ഗവൺമെന്റ് പിരിച്ചുകൊണ്ട അവസ്ഥ വന്നു. രണ്ടാമത്തെ കാര്യം, രാഹുലെ കേരളത്തിൽ ബ്രാഹ്മണത്തിന്റെ കാര്യം വളരെ കഷ്ടം. രാഹുലിനെക്കാട്ട് നന്നായിട്ട് എനിക്കറിയാം അഗ്രഹാരങ്ങളുടെ സ്ഥിതി. രാഹുലിനെ പോലെ കുറച്ച് ആളുകൾ നന്നായി അടക്കുന്നു അല്ലാതെ കഷ്ടമാണ്. പക്ഷേ ബ്രാഹ്മണിസം വേറെ സംഭവം, അത് സോഷ്യോ കൾച്ചർ ഹെജ്മണിയാണ്. അത് ഇന്ത്യയിൽ അതിശക്തമാണ്. കേരളത്തിലും ആ ഹെജ്മണി, സോഷ്യോ കൾച്ചർ ഹെജ്മണി, ബ്രാഹ്മണൈസേഷൻ ഉണ്ട്. അതിന് ആ ഒരു പ്രോസസ്സിനാണ്. ബ്രാഹ്മണസിനോടുള്ള ദേഷ്യമൊന്നുമല്ല. കേരളത്തിൽ ബ്രാഹ്മണസിന് ഉൾപ്പെടെയുള്ള മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി നിൽക്കുന്ന ആളുകൾക്ക് സംവരണം കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ പ്രത്യേകം
നോക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം എനിക്കറിയാം അഗ്രഹാരത്തിലെ സ്ഥിതി. പക്ഷേ ബ്രാഹ്മണിസം അതും രണ്ടാണ്. പിന്നെ രാഹുലിന് സത്യത്തിൽ മതേതരവാദിയൊക്കെയാണ്. പക്ഷേ അവസാനം പറഞ്ഞു വരുമ്പോൾ RSSകാരെ പോലെ ഈ മതേതരത്വം എന്ന് എന്തോ നെഗറ്റീവ് സംഭവം തോന്നിക്കുന്ന രീതിയിലാണ് രാഹുലെ ഞങ്ങളൊക്കെ ഞാനും ബിജു ഒക്കെ വിശ്വസിച്ച മതേതരത്വം എന്ന് വെച്ചാൽ സർവ്വധർമ്മ സമഭാവന യുവനിഷത്തുകൾ പറഞ്ഞാണല്ലോ അതാണ്. അല്ലാതെ ഒരു മതത്തെ ഉൾക്കൊള്ളാതെ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്. അതുതന്നെയാണ് മതസൗഹാർദ്ദം. പിന്നെ എന്താണ് ഈ മതേതരത്വം മതസൗഹാർദ്ദം നമ്മൾ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പ്രശ്നമുണ്ട്. അബ്ദുള്ള വിളക്ക് കത്തിക്കുന്നില്ല, അത് അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രശ്നമാണ്. അദ്ദേഹം കത്തിക്കേണ്ട. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചാൽ ആരും കത്തിക്കരുത്, ഇവിടെ കേരളത്തിൽ കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റായിരുന്നു. പക്ഷെ അബ്ദുള്ളബിൻ അന്ന് എല്ലാവരും വിമർശിച്ചു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വിശ്വാസം, അതേ വിശ്വാസം അങ്ങനെ, രാഹുലിന്റെ വിശ്വാസം എങ്ങനെ, അതങ്ങനെ നിന്നോട്ടെ. അതൊരു പൊതുവിഷയമാക്കി മാറ്റുന്നതിന് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സുധാകരൻ സാഹു പറഞ്ഞ കാര്യം കൂടി ഇപ്പോൾ ഒരു വിവാദമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ സംയമനത്തോടു കൂടി സത്യസന്ധമായ വിഷയങ്ങൾ ഇടപെടുന്ന നല്ലത്. ഒരു മാർക്സിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് വേണമെങ്കിൽ വളരെ കൃത്യമായി പാർട്ടി ലൈൻ എടുക്കാം. ഞാൻ ആ ലൈന് ഇപ്പൊ ഇവിടെ എടുത്തില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് സത്യസന്ധമായ സമൂഹത്തിൽ ഗുണകരമായ രീതിയിൽ തന്നെ ചർച്ചകൾ പോകണം. അതുകൊണ്ടാണ്. തീർച്ചയായും. എന്തായാലും പൊതു ഇടങ്ങളിൽ മതപരമായ ബാഹ്യചിഹ്നങ്ങൾ ആവശ്യമുണ്ടോ എന്ന ചർച്ച സമൂഹത്തിൽ തുടരുക തന്നെ ചെയ്യും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ പി ബിജു, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ പി കെ ഫിറോസ്, ശ്രീ സിവിക് ചന്ദ്രൻ.